പെരിന്തൽമണ്ണയിൽ നല്ല ശക്തമായ മത്സരമാണ് നടക്കുന്നത്. കഴിഞ്ഞ ഇതിൻ്റെ മുമ്പത്തെ വർഷത്തിൽ 5 വർഷം മുമ്പേ ഈ നജീബ് കാന്തപുരത്തിൻ്റെ മുമ്പത്തെ ടൈമിൽ മഞ്ഞിലാംകുഴി അരിയായിരുന്നു ഇവിടുത്തെ MLA. ആ MLA ജയിച്ചത് വെറും 500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. അതിനുശേഷം പുതിയൊരു സ്ഥാനാർത്ഥി ഇവിടുത്തെ UDFിലെ പടലപ്പിണക്കം ഇവരെ തമ്മിത്തല്ലോ കാരണം UDF മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കൊടുന്ന് ഇറക്കുകയും നജീബ് കാന്തപുരത്തിനെ ഇവിടെ കൊടുന്ന് അവരോധിക്കുകയുണ്ടായത്. അതിനുശേഷം ആ തെരഞ്ഞെടുപ്പിൽ പോലും വെറും 38 വോട്ടിനാണ് ജയിക്കാൻ കഴിഞ്ഞത്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. അതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച് വന്നിട്ട് തെരഞ്ഞെടുപ്പ് കൂടി നടക്കുകയായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥി മുസ്തഫാക്ക് കൊടുത്ത ചിഹ്നം ഓട്ടോറിക്ഷയായിരുന്നു. അതുപോലെ തന്നെ ലോക്സഭാ സ്ഥാനാർത്ഥിയിൽ UDF ഒരു അപരനെ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ നിന്നും ആ അപരൻ കുറേ വോട്ടുകൾ പിടിക്കേണ്ടായി. ആ വോട്ട് LDFന് മുസ്തഫാക്ക് കിട്ടേണ്ട വോട്ടുകളായിരുന്നു. വളരെ അങ്ങനത്തെ കുറേ കാരണങ്ങൾ കൊണ്ടാണ് നമുക്കത് ചെറിയ ഇതിന് നഷ്ടപ്പെട്ടത്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ സ്ഥാനാർത്ഥി LDFിൻ്റെ സ്ഥാനാർത്ഥി വളരെ ശക്തമായി ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് മുഹമ്മദ് ഹനീഫ. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും മാതൃകാപരമായ ഒരു വികസന ഒരു പദ്ധതി ഈ മണ്ഡലത്തിൽ കൊടുക്കുന്നത് അവർക്ക് പറയാൻ കഴിയില്ല. കാരണം MLAക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ UDFന് ചൂണ്ടിക്കാണിക്കാൻ കഴിയണ്ടേ ഞങ്ങൾ ഇന്ന വികസനം ജനങ്ങൾക്ക് വേണ്ടി മാതൃകാപരമായ ഒരു വികസനം കൊടുക്കുന്നുണ്ടെന്നാണ്. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ശരിക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ജയിക്കേണ്ട ഒരു സീറ്റായിരുന്നു. അന്ന് ഇതുപോലെ തന്നെ 2 ഇലക്ഷൻ വന്നതോട് കൂടിയിട്ട് നമുക്കൊരു അപരനെ നിർത്തി അവർ ഒരു ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ നിർത്തിയതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് നമ്മളന്ന് പരാജയപ്പെട്ടത്. ഇപ്രാവശ്യം നമ്മൾ ആ മണ്ഡലം തിരിച്ചു പിടിക്കുന്നത്. എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും അദ്ദേഹം അത് ആരും പാർട്ടി നോക്കാതെ മുമ്പിൽ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ഗവൺമെൻറ്റും ജില്ലാ പഞ്ചായത്തും ഒന്നും ചെയ്തില്ലെങ്കിലും MLAനെ ആസ്തി വികസന ഫണ്ടിന് മുമ്പ് എന്താവശ്യം ജനങ്ങൾ പറഞ്ഞാലും അത് ചെയ്തു കൊടുക്കും. പെരിന്തൽമണ്ണയിൽ ഇത്തവണ വിജയിക്കാൻ സാധ്യത UDFിൻ്റെ സ്ഥാനാർത്ഥി നജീബ് കാന്തപുരമാണ്. സാധ്യതകൾ ഒരുപാടുണ്ട്. നമ്മുടെ കേരളത്തിലെ 150 നിയമസഭാ മണ്ഡലങ്ങളിൽ സാമാജികരിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു MLA ആണ്. അത് 10,000 കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പെരിന്തൽമണ്ണ സജ്ജമായിരിക്കുകയാണ്. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു സിറ്റുവേഷൻ മാറിയിട്ടുണ്ട്. ഈ 10 വർഷത്തെ ഭരണത്തിൽ ജനങ്ങളാകെ കൂടി പരിഭ്രാന്തരായിട്ടുണ്ട്. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയായിട്ടുണ്ട് പിണറായിയുടെ 10 വർഷം കൊണ്ട്. പെരിന്തൽമണ്ണയിൽ നജീബ് ജയിക്കും. ഒരു 15,000-15,000 ഭൂരിപക്ഷത്തിൽ ജയിക്കും. നല്ല പൾസുണ്ട്, ജനങ്ങളുടെ പൾസുണ്ട്. പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നൊരു MLA ആണ് നജീബ്. ഇവിടെ എനിക്ക് വലിയ രാഷ്ട്രീയമൊന്നുമില്ലാത്ത ആളാണ്. എന്നാലും UDF ജയിക്കും. നജീബ് കാന്തപുരത്തെ പറ്റി നല്ല അഭിപ്രായമല്ലത്. അതായത് 80 കോടിയൊക്കെ കടാക്കിയിട്ട് പോയിക്കണേ അടുത്ത വർഷം. അതുകൊണ്ട് പ്രതീക്ഷ കുറവ്. അപ്പോൾ അതാണ് കേവലം 38 വോട്ടിന് എന്ന് പറഞ്ഞാൽ റേസർ തിൻ എന്നൊക്കെ പറയില്ലേ, ബ്ലേഡിന്റെ വാൾത്തല പോലെ അത്ര നേരിയ വോട്ടുകൾ 38. യഥാർത്ഥത്തിൽ 2 പേര് ജയിച്ചു എന്ന് വേണേൽ പറയാൻ തരത്തിൽ ഒരു സാങ്കേതികമായി ഒരാൾ ജയിക്കണം എന്നുള്ളത് കൊണ്ട് നജീബ് കാന്തപുരം നിയമസഭയിലേക്ക് പോയി എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ 5 വർഷം കൊണ്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. 38 എന്നൊക്കെ വലിയ മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.